ഹായ് ഫ്രണ്ട്സ്, കുറെ ആളുകൾക്ക് നോർമൽ ഡ്രസ്സുകളെ ഫീഡിംഗ് കുർത്തിയിലേക്ക് മാറ്റാൻ ആഗ്രഹമുണ്ടായിരിക്കും. നിങ്ങൾ ബിഗിന്നർ ആണെങ്കിൽ പോലും നിങ്ങൾക്കതിന് സാധ്യമാവും. നല്ല സ്റ്റോൺ വർക്കുള്ള ഡ്രസ്സുകൾ നമുക്ക് ഫീഡിംഗ് കുർത്തിയിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് പ്രയാസമാണ്. അഥവാ നമുക്ക് മെയിൻ ക്ലോത്തിൽ ഇൻവിസിബിൾ സിബ് ആണെങ്കിൽ പോലും വെക്കാൻ സാധ്യമല്ല. കാരണം ചില ഡ്രസ്സുകൾ സ്റ്റോൺ കൊണ്ടും അല്ലെങ്കിൽ പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും നമുക്ക് വെക്കാൻ സാധ്യമല്ല. എന്നാൽ അതിന്റെ ലൈനിങ്ങിൽ നമുക്ക് വെക്കാൻ സാധ്യമാവും. അതിനായി നമ്മൾ ലൈനിങ് ഭാഗം എടുക്കുക. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യണം. സിബ് നമുക്ക് താഴെ നിന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് താഴേക്കോ പ്ലേസ് ചെയ്യാം. അത് നമ്മുടെ കംഫർട്ടിനും ഇഷ്ടാനുസരണവും ചെയ്യാവുന്നതാണ്. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചു ഭാഗം നമ്മൾ വിടണം. അതിനുശേഷമാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ മാർക്ക് ചെയ്യേണ്ടത്. ഒരുപാടൊന്നും വിടണ്ട, ഒരു 1.5 ഇഞ്ചെങ്കിലും നമ്മൾ വിട്ടിരിക്കണം. 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ നമുക്ക് വേണ്ടുന്ന സിബിന്റെ അളവും കൂടെ ഇതിൽ അടയാളപ്പെടുത്തി വെക്കുക. സ്ട്രൈറ്റ് ലൈൻ ആവാൻ ശ്രദ്ധിക്കണം. കാരണം സിബ് വെക്കുമ്പോൾ വളഞ്ഞും പൊളഞ്ഞും പോകുമ്പോൾ നമുക്ക് പ്രയാസമായിരിക്കും. മാത്രവുമല്ല കാണുമ്പോൾ ഒരു ഫിനിഷിംഗ് ഉണ്ടാവുകയുമില്ല. ഫിനിഷിങ്ങിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എടുക്കുന്ന സിബ് ക്ലോത്തിന്റെ സെയിം കളർ ആയിരിക്കണം എന്നതാണ്. സിബിനെ കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്തതിനു ശേഷം സിബിലും നമ്മൾ അടിക്കേണ്ടുന്ന ഭാഗം വരെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഇങ്ങനെ മാർക്ക് ചെയ്തു വെക്കുന്നത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഒരുപാട് നീളമുള്ള സിബ് എടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇൻവിസിബിൾ സിബ് തന്നെ പല സൈസിലും അവൈലബിൾ ആണ്. കറക്റ്റ് മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് അതിലൂടെ കത്രിക കൊണ്ട് ഒന്ന് സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ചെറുതായി ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ലൈനിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം കട്ട് ചെയ്യാൻ. നേരത്തെ പറഞ്ഞിരുന്ന 1.5 ഇഞ്ച് വരെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തതിനു ശേഷം ഇൻവിസിബിൾ സിബ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. സ്റ്റിച്ചിങ്ങിന്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്നും കൂടെ വെച്ച് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു ബിഗിന്നർ ലെവൽ ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും പിന്നുകൾ വെച്ചുകൊണ്ട് അറേഞ്ച് ചെയ്യണം. കാരണം എക്സ്പീരിയൻസ് അല്ലാത്തവരിൽ ഇത് തെന്നിമാറും. അതുകൊണ്ട് പിന്നുകൾ യൂസ് ചെയ്ത് തന്നെ പ്ലേസ് ചെയ്ത് വെക്കുക. ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ സിബ് അടിച്ചെടുക്കും. സിബിനെയോ ക്ലോത്തിനെയോ അധികമായി വലിക്കരുത്. കാരണം മെഷർമെന്റിൽ അത് വ്യത്യാസം ഉണ്ടാക്കും. എന്നാൽ അമർത്തി പിടിക്കണം. കാരണം സിബും ക്ലോത്തും തെന്നി മാറരുത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയി ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം മറ്റേ സൈഡും നമ്മൾ ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ സിബ് ക്ലോത്തുമായി അറ്റാച്ച് ചെയ്ത് പിടിക്കണം എന്നതാണ്. ഞാനിവിടെ നോർമൽ പ്രഷർ ഫൂട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ലഭ്യമാവാൻ നമ്മൾ സിബർ ഫൂട്ട് തന്നെ യൂസ് ചെയ്യണം. നോർമൽ ഫൂട്ട് ഇട്ട് ഇങ്ങനെ അടിച്ചതിന് ശേഷം നമുക്ക് സിബർ ഫൂട്ട് യൂസ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ ആയി തന്നെ നമുക്ക് ഇതുപോലെ ഫീഡിംഗ് കുർത്തി തയ്ച്ചെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യണേ.